പുതിയ കാലഘട്ടത്തിൽ ഒരു പുതിയ ഫെയിം തുടങ്ങുന്ന ഒരാൾ, ഒരു പുതിയ എൻ്റർപ്രണറായിട്ട് വരുന്ന ഒരാൾ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സൈഡ് കൂടി സപ്പോർട്ട് ചെയ്യാൻ താങ്കളുടെ സ്ഥാപനത്തിന് കഴിയുമോ, താങ്കളുടെ ഫെയിമിന് കഴിയുമോ എന്നുള്ളതാണ്. പുതിയ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സാധ്യതയിൽ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താങ്കളും താങ്കളുടെ ടീമിനും സാധിക്കും? ഞങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് ടീമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീമുണ്ട്. സാധാരണ ഫേസ്ബുക്ക് ആഡ്, ഇൻസ്റ്റാഗ്രാം ആഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, പവർ മാർക്കറ്റിംഗ് വരെ എല്ലാ സെഗ്മെൻറ്റിലും നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ധാരാളം ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് ടൈപ്പ് ഉണ്ട്. നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കണ്ട് ക്ലയൻറ്റുമായിട്ട് സംസാരിച്ച് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്കൊരു ബഡ്ജറ്റ് കൊടുക്കും. ഇത്രയും ബഡ്ജറ്റ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട്, ലോജിക്കലി അത്രയും ആൾക്കാർ കാണുമ്പോൾ ഇത്രയും സെയിൽസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ള നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും. ആ പ്രൊഡക്റ്റിന് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, ക്ലയൻറ്റുമായിട്ട് സംസാരിപ്പിക്കും. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരുടെ ത്രൂ ചെയ്യും. അതിനെ നമ്മൾ റീമാർക്കറ്റിംഗ് ചെയ്യും. അതായത് ഇൻഫ്ലുവൻസറിൻ്റെ മാർക്കറ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ റീമാർക്കറ്റിംഗ് ചെയ്യും. ഞങ്ങളുടെ ടീം ഫേസ്ബുക്കിലൂടെയും ഗൂഗിൾ ആഡ്സിലൂടെയും യൂട്യൂബ് വീഡിയോസിൻ്റെ ത്രൂയും ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ചെയ്യാവുന്ന എല്ലാ സാധനങ്ങളും, ഈവൻ ത്രെഡ്സിൽ വരെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതിനൊരു ഡെഡിക്കേറ്റഡ് ടീമുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് വരുന്നൊരു ഫേം അവർ ഒരു കസ്റ്റമറുടെ അടുത്ത് വന്ന് സംസാരിക്കുക, ഞങ്ങൾ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്തു തരാം. അവർ മാർക്കറ്റിംഗ് ചെയ്യും. 3 ആഴ്ച കഴിഞ്ഞ് അവർ വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ ഇത്ര അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു, 80,000 ആൾക്കാർ കണ്ടു, 8,000 ആൾക്കാരെ ക്ലിക്ക് വന്നു. ഇതുവരെ അവർക്ക് പറയും, അവർക്കതേ അറിയുള്ളൂ. ഈ 8,000 ആൾക്കാരുടെ ക്ലിക്ക് വന്നതിന് എത്ര സെയിൽസ് ആവുന്നു എന്നുള്ളത് ചെയ്ത് കൊടുക്കാനില്ല. അവിടെയാണ് എന്നെ പോലത്തെ ആൾക്കാരുടെ ഒരു പ്ലസ് പോയിന്റ്. എനിക്ക് ഈ മാർക്കറ്റ് ഇത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഈ 8,000 നിന്ന് എത്ര ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങിയ ആൾക്കാർക്ക് സാധനം എത്തി എന്നുള്ളതുകൂടി ഞങ്ങൾ ഉറപ്പാക്കുന്നു. യെസ്, വി ഹാവ് എ ഫുൾ ഫ്ലെഡ്ജ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പ്രൊഡക്റ്റ് ഏതാണെങ്കിലും അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് കൺസൾട്ടൻ്റുമായിട്ട് കൺസൾട്ടിങ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും.